ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നേന്ത്രപ്പഴം വെച്ചുണ്ടാക്കുന്ന ഒരു വെറൈറ്റി ബിരിയാണി റെസിപ്പിയാണ്. നേന്ത്രപ്പഴം ചേർക്കുന്നുണ്ടെന്ന് കരുതി ഇതൊരു സ്വീറ്റ് ബിരിയാണി ഒന്നുമല്ല. നേന്ത്രക്കായ ഉപയോഗിച്ച് നമ്മൾ ഇറച്ചിക്കറിയും നേന്ത്രപ്പഴം കൊണ്ട് പുളിശ്ശേരിയും എല്ലാം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ നേന്ത്രപ്പഴം യൂസ് ചെയ്ത് നിങ്ങളൊരു ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. ചിക്കനിൽ മുളക് പൊടി, ഗരം മസാലപ്പൊടി, ലെമൺ ജ്യൂസ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് പുരട്ടി ഒരു ഹാഫ് അവർ ഇതൊന്ന് മാറ്റി വെക്കണം. നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യുന്ന വീഡിയോ പ്രത്യേകമായി ഞാനിതിൽ കാണിക്കുന്നില്ല. ഈ റൈസ് നന്നായി കഴുകിയെടുത്ത് ഹാഫ് അവർ കുതിർക്കാൻ വേണ്ടി ഒന്ന് വെള്ളത്തിലിട്ട് മാറ്റി വെക്കാം. 5 കപ്പ് വെള്ളം എടുത്ത് അതിൽ ഗരം മസാല, ലെമൺ ജ്യൂസ്, ഉപ്പ്, ഓയിൽ ഇതെല്ലാം ചേർത്ത് വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ ഹാഫ് അവർ കുതിർത്ത് വെച്ച റൈസ് ഊറ്റിയെടുത്ത് ഇട്ട് കൊടുത്ത് അതിപ്പോൾ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരിയ ഉപ്പ് ചേർത്ത വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ റൈസ് ഒന്ന് ഊറ്റിയെടുത്ത് മാറ്റി വെക്കാം. 1 കിലോ ബിരിയാണിയിലേക്ക് നന്നായി പഴുത്ത 1 കിലോ നേന്ത്രപ്പഴം തന്നെ നമുക്ക് എടുക്കണം. അതൊന്ന് ചെറുതായി മുറിച്ച് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ഇതൊന്ന് ഗോൾഡൻ നിറത്തിൽ ഫ്രൈ ചെയ്തെടുക്കണം. പഴം ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ കശുവണ്ടിയും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം. അതേ ഓയിലിൽ തന്നെ 4 സവാള അരിഞ്ഞത് കൂടെ ചേർത്ത് ഒന്ന് ഗോൾഡൻ നിറത്തിൽ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി 2 ഉണ്ട വെള്ളുള്ളി, 1 കഷ്ണം ഇഞ്ചി, എരിവ് പാകത്തിന് പച്ചമുളക്, ഇത് 3 ഒന്ന് ചതച്ചെടുക്കണം. ഇതിലേക്ക് ഇനി 4 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പച്ചമുളകൊക്കെ മൂത്ത നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തൈര് ചേർക്കുന്നില്ല, അതുകൊണ്ട് പുളിക്ക് ആവശ്യമുള്ള ലെമൺ ജ്യൂസും ഗരം മസാലപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് ചേർത്ത് മിക്സ് ചെയ്തതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത പഴത്തിൽ നിന്ന് 1/4 ഭാഗവും ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും, ഓരോ പിടി മല്ലിയില, പുതിനയില, അല്പം ഗരം മസാലപ്പൊടി, 1/4 കപ്പ് തിളച്ച വെള്ളം ഇതെല്ലാം ചേർത്ത് 1 മിനിറ്റ് നേരം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയിൽ നിന്ന് 1/4 ഭാഗവും ചേർത്ത് കൊടുക്കണം. ഉള്ളി ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുത്തതിന് മുകളിൽ പകുതി റൈസ് ഇട്ട് കൊടുക്കണം. ഇതിന് മുകളിൽ ബാക്കിയുള്ള പഴം ഫ്രൈ ചെയ്തതും 1 ടേബിൾ സ്പൂൺ നെയ്യ്, മല്ലിയില, പുതിനയില, ഗരം മസാലപ്പൊടി ഇതെല്ലാം ഇട്ട് അതിന് മുകളിൽ ബാക്കി റൈസ് ഇട്ട് ബാക്കിയുള്ള ഫ്രൈ ചെയ്ത എല്ലാ ഐറ്റംസും മല്ലിയിലയും കൂടെ ഇട്ട് അടച്ച് വെച്ച് ആവി വരും വരെ ഫുള്ള് തീയിലും ആവി വന്നതിന് ശേഷം ചെറിയ തീയിൽ 10 മിനിറ്റും ദം ചെയ്ത് അടുപ്പ് ഓഫ് ചെയ്ത് 15 മിനിറ്റിന് ശേഷം ഇത് യൂസ് ചെയ്യാം.